നമസ്കാരം. മല്ലു ഫുട്ബോളിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് EFL കപ്പിൽ നടന്ന മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വേഴ്സസ് ടോട്ടനം മത്സരത്തിന്റെ വിശേഷങ്ങളാണ്. അപ്പോൾ കോണ്ടന്റ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. ഈസി ആയിട്ട് 3-0 ലീഡ് 55-ാമത്തെ മിനിറ്റിൽ സ്പേഴ്സിനുണ്ടായിരുന്നു. അത് കൊണ്ടുപോയി കൊളാക്കി മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ കളിയിലേക്ക് തിരിച്ചു വരാനുള്ള ചാൻസ് നമ്മളിനെ ഇട്ടുകൊടുത്തു. ഇതുപോലെ മണ്ടത്തരം കാണിക്കുന്ന ഗോൾ കീപ്പറെ ഞാൻ ഈ അടുത്തിടെയൊന്നും കണ്ടിട്ടില്ല. അതുപോലുള്ള മിസ്റ്റേക്കുകളാണ് ഫ്രേസർ ഫോസ്റ്ററുടെ സൈഡിൽ നിന്ന് ഇന്ന് വന്നിട്ടുള്ളത്. ഇന്നത്തെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ സ്കോഡ് നോക്കുകയാണെങ്കിൽ ഒനാന കളിച്ചില്ല, ഫസ്റ്റ് ഹാഫിൽ അമാദ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല, മിഡ്ഫീൽഡിൽ കോബി മൈനോ കളിച്ചിരുന്നില്ല, അതുപോലെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കിട്ടിയ ചാൻസുകളൊന്നും കൃത്യമായിട്ട് ബോക്സിലേക്ക് എത്തിക്കാനോ കൺവേർട്ട് ചെയ്യാനോ ഫസ്റ്റ് ഹാഫിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് കഴിഞ്ഞിട്ടില്ല എന്ന് പറയേണ്ടി വരും. അവരുടെ മെയിൻ ആയിട്ടുള്ള ഒരു ടാക്ടിക്കൽ അപ്രോച്ച് എന്ന് പറയുന്നത് ലെഫ്റ്റ് വിങ്ങിൽ സ്പേസ് ഉണ്ടായിരുന്നു, അവിടത്തേക്ക് ഒരു ലോങ് ബോൾ എത്തിക്കുക, ഡാലോയുടെ റൺ ഉണ്ടാവും, പുള്ളി ആ ബോൾ കളക്ട് ചെയ്ത് ക്രോസ് ആയിട്ടോ അല്ലെങ്കിൽ കട്ട് ചെയ്ത് അകത്തേക്ക് വരാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് ഫസ്റ്റ് ഹാഫിൽ നമ്മൾ കണ്ടിട്ടുള്ളത്. 2-3 പ്രാവശ്യം ബോൾ ബോക്സിലേക്ക് ഇട്ടു, പക്ഷേ ഹോയ്ലാൻഡിന് അവിടത്തേക്ക് എത്താൻ പറ്റിയില്ല. ബ്രൂണോ ഫസ്റ്റ് ഹാഫിൽ ആവറേജ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ്, കാരണം പുള്ളി കൊടുത്ത 2 ക്രോസുകളായാലും 3-4 ഷോട്ടുകളായാലും എല്ലാം പുറത്തേക്ക് പോയി. ഒന്നുപോലും ഒരു ഗോൾ കീപ്പറെ ടെസ്റ്റ് ചെയ്യാൻ പോലും ഫസ്റ്റ് ഹാഫിൽ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് വസ്തുതയാണ്. സ്പേഴ്സിന്റെ സൈഡിൽ നിന്ന് ചാൻസുകൾ ഉണ്ടായിരുന്നു. ഇന്നത്തെ ഒരു മികച്ച പെർഫോമൻസിനെ പറ്റി എടുത്തു പറയേണ്ടതുണ്ട്. സൊളാങ്കി ഫസ്റ്റ് ഹാഫിൽ ഒരു ഗോൾ വന്നു, സെക്കൻഡ് ഹാഫിൽ ഒരു ഗോൾ വന്നു. പുള്ളിയുടെ ഒരു കിടിലം ഫിനിഷിംഗ് ആണ് നമ്മൾ കണ്ടത്. 15-ാമത്തെ മിനിറ്റിൽ പെഡ്രോ പോറോ ബോക്സിന് പുറത്ത് വെച്ചിട്ട് ഒരു ഷോട്ട് എടുക്കുന്നു. ഇപ്പൊ ഗോൾ കീപ്പർ ആയിട്ടുള്ള ബയന്തീർ ഈ ഷോട്ട് ബ്ലോക്ക് ചെയ്യുന്നു, പക്ഷേ ഡിഫ്ലക്റ്റ് ആയിട്ട് വന്നിട്ടുള്ള പന്ത് സൊളാങ്കി ബോക്സിലേക്ക് എത്തിക്കുകയും ചെയ്തു. അങ്ങനെ 15-ാമത്തെ മിനിറ്റിൽ 1-0 ലീഡ് സ്പേഴ്സിന് ഉണ്ടായിരുന്നു. പിന്നീട് ശരിക്കും പറഞ്ഞാൽ 2-3 ചാൻസുകൾ നമുക്കുണ്ടായിരുന്നു. കുളസെസ്കിക്ക് ഒരു ക്ലോസ് റേഞ്ച് വെച്ചുള്ള ഷോട്ട് കിട്ടി, മാഡിസണ് ചാൻസ് ഉണ്ടായിരുന്നു, സോണിന് ഒരു ഹാഫ് ചാൻസ് ഉണ്ടായിരുന്നു. ഇതൊന്നും കൺവേർട്ട് ചെയ്യാൻ ഫസ്റ്റ് ഹാഫിൽ നമ്മൾ കഴിഞ്ഞില്ല. അങ്ങനെ ഫസ്റ്റ് ഹാഫിൽ 1-0 ലീഡോടെ കളി മുമ്പോട്ട് പോയി. സെക്കൻഡ് ഹാഫ് തുടങ്ങി ആദ്യ മിനിറ്റിൽ തന്നെ നമ്മൾ സ്കോർ ചെയ്തു. യുണൈറ്റഡിന്റെ ഡിഫൻസിനെ പറ്റി എടുത്തു പറയേണ്ടതുണ്ട്. ജോണി വാൻസ് ആയാലും ലിസാനോ മാർട്ടിനസ് ആയാലും ഒരു ഓക്കെ പെർഫോമൻസ് ആണ് സെക്കൻഡ് ഹാഫിന്റെ ആദ്യഘട്ടത്തിലൊക്കെ നമ്മൾ കണ്ടത്. മാർട്ടിനസിന്റെ ഒരു മിസ്റ്റേക്കിൽ നിന്നാണ് കുളിസസ്കിക്ക് ആ ബോൾ കിട്ടുന്നത്. പുള്ളി ഒരു കിടിലൻ ഫിനിഷോടെ 2-0 സ്പേഴ്സിന് എത്തിച്ചു. അധികം വൈകാതെ സൊളാങ്കി ബോക്സിലേക്ക് കയറി ഡ്രിബിൾ ചെയ്ത് പോയിട്ട് ജോണി വാൻസിന്റെ കാലിനിടയിലൂടെ 3-ാമത്തെ ഗോളും അടിച്ചു. അങ്ങനെ വളരെ കംഫർട്ടബിൾ ആയിട്ട് 55-ാമത്തെ മിനിറ്റിൽ 3-0 ലീഡ് സ്പേഴ്സിന് ഉണ്ടായിരുന്നു. ആ സമയത്ത് ഒരു മിനിമം നമ്മൾ ചെയ്യേണ്ടത് മിസ്റ്റേക്കുകൾ കാണിക്കാതിരിക്കുക എന്നുള്ളത്. എപ്പോൾ ലീഡ് കിട്ടിയാലും ഇതുപോലുള്ള മണ്ടത്തരങ്ങൾ കാണിക്കുക എന്ന് പറയുന്നത് ഡിഫൻസിലായാലും ഗോൾ കീപ്പറുടെ സൈഡിൽ നിന്നായാലും നമ്മൾ കാണുന്നതാണ്. അപ്പോൾ ഫ്രേസർ ഫോസ്റ്റർ അനാവശ്യമായിട്ട് ഒരു ബിൽഡിംഗ് ഫ്രം ദ ബാക്ക് റൈറ്റ് വിങ്ങിൽ കൊടുക്കുന്നതിന് പകരം ബ്രൂണോ ഫെർണാണ്ടസ് ഈ ബോൾ കറക്റ്റായിട്ട് ഇന്റർസെപ്റ്റ് ചെയ്തുകൊണ്ട് ഒരു പോസ്റ്റിലേക്ക് എത്തിക്കുന്നു. അവിടെ സിക്സേക്ക് ഒരു ഓപ്പൺ പോസ്റ്റ് ആണ് ഉള്ളത്, പുള്ളി അത് സ്കോർ ചെയ്യുകയും ചെയ്തു. ഇവിടെ അമോറിം നടത്തിയിട്ടുള്ള സബ്സ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ വളരെ എഫക്റ്റീവ് ആയിരുന്നു. സിക്സേ വന്നു, പുള്ളി സ്കോർ ചെയ്തു. കോബി മൈനോ മിഡ്ഫീൽഡിൽ നന്നായിട്ട് കളിച്ചു. അമാദിന്റെ പെർഫോമൻസ് സെക്കൻഡ് ഹാഫിൽ കിടുവായിരുന്നു. അങ്ങനെ യുണൈറ്റഡ് കുറച്ചുകൂടി പ്രസ് ചെയ്യാൻ തുടങ്ങി. ഫോസ്റ്ററുടെ അടുത്ത മണ്ടത്തരം, എൻ്റെ പൊന്നോ, പുള്ളിക്ക് ബോൾ ക്ലിയർ ചെയ്യാൻ വേണ്ടി ഒരു 10 സെക്കൻഡ് ഉണ്ടായിരുന്നു. അമാദ് ഓടി വന്നിട്ട് സ്ലൈഡ് ചെയ്തുകൊണ്ട് ആ ഷോട്ട് ബ്ലോക്ക് ചെയ്യുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്ക്, 10 സെക്കൻഡ് കിട്ടിയിട്ട് പോലും ഒരു ബോൾ ക്ലിയർ ചെയ്യാൻ പുള്ളിക്ക് പറ്റിയില്ല. ആ ബോള് ഡിഫ്ലക്റ്റ് ആയിട്ട് അകത്തേക്ക് കയറുകയും ചെയ്തു. ഇതുപോലുള്ള മണ്ടത്തരങ്ങൾ നമ്മൾ കണ്ടം കളിയിൽ പോലും കാണാറില്ല. അതുപോലത്തെ മണ്ടത്തരങ്ങളാണ് ഈ ഗോൾ കീപ്പർമാരുടെ സൈഡിൽ നിന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ 3-2 യുണൈറ്റഡ് കളിയിലേക്ക് തിരിച്ചു വന്നു. പിന്നീട് സിറ്റുവേഷൻ ആകെ മാറി. യുണൈറ്റഡ് കൂടുതൽ ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങി. 20ഓളം ചാൻസുകൾ ഈ മത്സരത്തിൽ അവർക്ക് ഉണ്ടായിരുന്നു. അതിന്റെ മെജോറിറ്റി വന്നത് സെക്കൻഡ് ഹാഫിന്റെ അവസാനത്തെ 30 മിനിറ്റിലാണ് എന്ന് പറയേണ്ടി വരും. നല്ല രീതിയിൽ തന്നെ അവർ ക്രോസുകൾ ബോക്സിൽ എത്തിക്കാൻ തുടങ്ങി, പ്രസ് ചെയ്യാൻ തുടങ്ങി, ബോൾ റിക്കവർ ചെയ്യാൻ തുടങ്ങി. റൈറ്റ് വിങ്ങിൽ അമാദ് 2-3 ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തു. അങ്ങനെ ആകെ പ്രഷർ സിറ്റുവേഷനിലേക്ക് കാര്യങ്ങൾ പോയി. ഇപ്പൊ സ്പേഴ്സിന്റെ കാര്യം നിങ്ങൾക്കറിയാം, കുറച്ച് പ്രഷർ കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മിസ്റ്റേക്കുകൾ കാണിക്കാൻ തുടങ്ങി. അതുപോലെ മിഡ്ഫീൽഡിൽ നിന്നൊക്കെ ഒരുപാട് മിസ്റ്റേക്കുകൾ വരാൻ തുടങ്ങി. ഇത് മുതലാക്കിക്കൊണ്ട് അടുത്ത ഗോള് വരും എന്നുള്ള സിറ്റുവേഷനിലാണ് സെറ്റ് പീസ് കിട്ടുന്നത്. സെറ്റ് പീസിൽ നിന്ന് സണ്ണിന്റെ ഒരു ഷോട്ട് വരുന്നു.
അത് ബോക്സിലേക്ക് എത്തിക്കാൻ, പോസ്റ്റിലേക്ക് എത്തി കൺവേർട്ട് ചെയ്യാനും നമ്മളെ കൊണ്ട് സാധിച്ചു. ഇത് വേണമെങ്കിൽ അപ്പീൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. കറബ കപ്പിന്റെ ക്വാർട്ടർ ഫൈനലിൽ വാറില്ല. ഇപ്പൊ ഗോൾ കീപ്പർ പറയുന്നത് ബർഗ്വാൾ പുള്ളിയുടെ കൈ തട്ടിയിട്ടുണ്ടായിരുന്നു, പുള്ളിക്ക് ആ ബോൾ സേവ് ചെയ്യാൻ പറ്റാതെ പോയത് അതുകൊണ്ടാണെന്നാണ്. 4-2 ഒരു ലീഡിലേക്ക് സ്പേഴ്സ് എത്തുകയും ചെയ്തു. പിന്നീട് വീണ്ടും നമ്മൾ കൺസീഡ് ചെയ്തു. ഇഞ്ചുറി ടൈമിൽ വെച്ച് ഒരു സെറ്റ് പീസ് ഓപ്പർച്യൂണിറ്റി യുണൈറ്റഡിന് കിട്ടുന്നു. ജോണി ഇവാൻസ് ഒരു അടിപൊളി ഹെഡറിലൂടെ 4-3 എന്നുള്ള സ്കോറിലേക്ക് ടീമിനെ എത്തിക്കുകയും ചെയ്തു. ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഫോസ്റ്റർക്ക് പിടിക്കാൻ പറ്റുന്ന ഒരു ബോളായിരുന്നു. പുള്ളി എന്താണ് ചെയ്യുന്നതെന്ന് ഒരു ഐഡിയ ഇല്ല. അങ്ങനെ പാനിക് സിറ്റുവേഷനിലൂടെ കാര്യങ്ങൾ പോയി എങ്ങനെയൊക്കെ ഇഞ്ചുറി ടൈമിൽ വെച്ച് ജയിക്കുന്ന ഒരു സ്പേഴ്സ് ടീമിനെയാണ് നമ്മൾ കണ്ടത്. എന്തായാലും അടുത്ത മത്സരം ഇതിലും കിടിലമായിട്ടുള്ള ടീമുകൾക്കെതിരെ ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ആർസണലും ലിവർപൂളും ന്യൂകാസിൽ യുണൈറ്റഡും ഒക്കെ സെമിഫൈനലിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഡ്രോക്കായിട്ട് കാത്തിരിക്കാം. നിങ്ങളുടെ അഭിപ്രായം താഴെ അറിയിക്കുക. ബൈ ഫോർ നൗ.